നമസ്കാരം. ഈസി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഹെൽത്തി ഓട്സ് റെസിപ്പിയാണ് കേട്ടോ ഇന്നത്തേത്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും രാത്രി ലൈറ്റായിട്ട് ഡിന്നർ കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ സിമ്പിൾ ആയിട്ടുള്ള ഓട്സ് ഉപ്പുമാവ് ഒത്തിരി ഇഷ്ടപ്പെടും. ഒട്ടും കുഴഞ്ഞു പോകാതെയും ഒട്ടിപ്പിടിക്കാതെയും എങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ ഓട്സ് വെച്ച് ഉപ്പുമാവ് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് കണ്ടാലോ. ഓട്സ് കഴിക്കാൻ അത്ര താല്പര്യമില്ലാത്തവർ രണ്ടാമത് ചോദിച്ചു വാങ്ങിച്ച് കഴിക്കുന്ന ഈ ഓട്സ് ഉപ്പുമാവിന് എന്തൊക്കെ വേണമെന്ന് നമുക്കൊന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് 2 കപ്പ് റോൾഡ് ഓട്സ് ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. ആവശ്യത്തിന് അണ്ടിപ്പരിപ്പും കപ്പലണ്ടിയും എടുത്തിട്ടുണ്ട്. ചെറുതായിട്ട് അരിഞ്ഞ ഒരു പച്ചമുളക്, 1 ടീസ്പൂൺ ഇഞ്ചി, ആവശ്യത്തിന് കടുക്, 2 വറ്റൽമുളക്, 1/2 കപ്പ് തേങ്ങയും കൂടെ വേണം. ഇനി ആവശ്യത്തിന് വെള്ളം കൂടെ വേണം. കറക്റ്റ് എത്ര വെള്ളം എനിക്ക് വേണ്ടി വന്നത് ഞാൻ പറയാട്ടോ. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോഴേക്കും അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. എണ്ണയൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് കപ്പലണ്ടി ഇട്ടൊന്ന് വറുത്ത് കോരാം. എണ്ണയ്ക്ക് പകരം നെയ്യ് ആയാലും കൂടെ ഉപയോഗിക്കാം കേട്ടോ. അതേ എണ്ണ തന്നെ നമുക്ക് അണ്ടിപ്പരിപ്പും കൂടെ ഒന്ന് ലൈറ്റായിട്ട് വറുത്തെടുക്കാം. ഇനി ഈ എണ്ണയിലോട്ട് നമുക്ക് കടുകിട്ട് പൊട്ടിച്ചെടുക്കണം. കടുകെല്ലാം നല്ലപോലെ ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും നമ്മുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം നമുക്ക് ഒരുമിച്ച് ചേർത്ത് കൊടുക്കാം. ആദ്യം നമുക്ക് 2ആയിട്ട് കീറിയ വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. കൂട്ടത്തിൽ ഒരു സവാള വളരെ ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി 2 തണ്ട് കറിവേപ്പിലയും ചേർത്ത് അരിഞ്ഞു വെച്ച പച്ചമുളകും ചേർത്ത് ഇഞ്ചിയും ചേർത്ത് നല്ലപോലെ വഴറ്റിയെടുക്കണം. ഇൻഗ്രീഡിയൻസിൽ സവാള പറയാൻ ഞാൻ വിട്ടുപോയിട്ടോ. ഒരു സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. സവാള പെട്ടെന്ന് വഴണ്ടി വരാൻ വേണ്ടിയിട്ട് ഒരല്പം ഉപ്പ് കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. നമ്മുടെ സവാള എല്ലാം ഒന്ന് ചെറുതായിട്ട് ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കും എടുത്തു വെച്ചിട്ടുള്ള ഓട്സ് ചേർത്ത് കൊടുക്കാം. ഇനി ഈ ഓട്സ് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണേ. തീ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്ക് ഈ ഓട്സ് ഒന്ന് വറുത്തെടുക്കണം. ഓട്സിൻ്റെ കളറൊക്കെ മാറി ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള വെള്ളം അതേപടി ഒഴിക്കാതെ കുറേശ്ശെയായിട്ട് തളിച്ചു കൊടുക്കണേ. ഒരു വട്ടം തളിച്ച വെള്ളം ഒന്ന് വറ്റി വരുന്നവരെ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് വേണം രണ്ടാമത് വെള്ളം തളിച്ചു കൊടുക്കാൻ. ഇനി ഉപ്പുമാവിന് ആവശ്യമായ ഉപ്പ് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. വളരെ കുറച്ച് ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഓട്സ് പെട്ടെന്ന് ഉപ്പ് പിടിക്കുവേ. വെള്ളം എല്ലാം കൂടെ ഒരുമിച്ച് ഒഴിച്ചാൽ ഓട്സ് ചിലപ്പോൾ കുഴഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഇതുപോലെ കുറേശ്ശെയായിട്ട് തളിച്ചു കൊടുത്ത് ഓട്സ് ഒന്ന് മയപ്പെടുത്തി എടുക്കുന്നത്. ഏകദേശം ഒരു 1.5 കപ്പോളം വെള്ളം ഞാൻ ഇതുപോലെ തളിച്ചു കൊടുത്തായിരുന്നേ. അങ്ങനെ നമ്മുടെ ഓട്സ് എല്ലാം നല്ലപോലെ ഒന്ന് മയപ്പെട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരുമിച്ച് കൂട്ടി വെച്ചിട്ട് ഒരു അടപ്പ് വെച്ച് അടച്ച് വേവിച്ചെടുക്കണം. ഇനി ഉണ്ടാക്കി വരുമ്പോൾ ഓട്സ് കുറച്ച് ഡ്രൈ ആയിട്ട് തോന്നുവാണെങ്കിൽ കുറച്ചുകൂടെ വെള്ളം തളിച്ചു കൊടുത്താൽ മതി കേട്ടോ. അങ്ങനെ നമ്മുടെ ഓട്സ് ഒക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് വെന്ത് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലോട്ട് കുറച്ച് തേങ്ങ കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. തേങ്ങ ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഞാൻ തേങ്ങയും കുറേശ്ശെയായിട്ട് ഇട്ടാണ് കേട്ടോ മിക്സ് ചെയ്തത്. എന്നിട്ട് ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കണം. ഈ സമയം നെയ്യ് ഇഷ്ടമുള്ളവർക്ക് ഒരല്പം നെയ്യ് കൂടെ ഈ സമയം ഒഴിച്ചു കൊടുക്കാവേ. അങ്ങനെ ഒന്നിനോടൊന്നും ഒട്ടാത്ത നല്ല പെർഫെക്റ്റ് ആയ സോഫ്റ്റ് ഓട്സ് ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ടേ. ഇവിടെ ഓട്സ് ഒരുപാട് കുഴഞ്ഞിരിക്കുന്ന ഇഷ്ടമല്ല കേട്ടോ. വായിലിടുമ്പോൾ കുറച്ച് കടിക്കാൻ കിട്ടണേ. അപ്പോൾ ആ ഒരു രീതിക്കാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി ഇത് കുഴഞ്ഞാണ് കിട്ടണമെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി ഇതിലോട്ട് നേരത്തെ വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പും കപ്പലണ്ടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്സ് ഉപ്പുമാവ് റെഡിയായി. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഡിന്നറായിട്ടോ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഹെൽത്തി ഓട്സ് ഉപ്പുമാവാണ് കേട്ടോ ഇത്. ഓട്സ് കഴിക്കാൻ മടിയുള്ളവർക്ക് ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി കൊടുത്തു നോക്കൂ കേട്ടോ. അവരും അത് കഴിക്കും. അപ്പോൾ ഇന്നത്തെ ഓട്സിൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റിലൂടെ അതിനെ അറിയിക്കണേ. മറ്റൊരു വിഭവമായിട്ട് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടും സേഫ് ആയിട്ടും ഇരിക്കും കേട്ടോ.